നീണ്ട ഇടവേളയ്ക്ക് ശേഷം രഞ്ജി ട്രോഫിയിലൂടെ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്ന രോഹിത് ശർമ്മ വീണ്ടും നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ച് മടങ്ങിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിലെ രണ്ടാം ഇന്നിംഗ്സിലെങ്കിലും ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും 28 റൺസ് മാത്രമേ രോഹിത്തിന് നേടാൻ കഴിഞ്ഞുള്ളൂ. ആദ്യ ഇന്നിംഗ്സിൽ 3 റൺസ് നേടിയ താരത്തിന് രണ്ടാം ഇന്നിംഗ്സിൽ 35 പന്തുകൾ നേരിടാനായി എന്നത് മാത്രമാണ് വലിയ പോസിറ്റീവ്. അതിനിടയിൽ 3 സിക്സറുകളും 2 ബൗണ്ടറികളും രോഹിത് നേടുകയുണ്ടായി. എന്നാൽ വലിയ ഇന്നിംഗ്സ് കളിക്കുന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എന്ന പോലെ ആഭ്യന്തര ക്രിക്കറ്റിലും രോഹിത് പരാജയമാവുകയാണ്. വലിയ ഇന്നിംഗ്സുകൾ കളിക്കാതെ തന്റെ ഫോമിലേക്ക് രോഹിത്തിന് തിരിച്ചു വരാൻ കഴിയില്ല എന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത്. രോഹിത്തിന്റെ മുൻകാല പ്രകടനം നോക്കുമ്പോൾ അത് സത്യം തന്നെയാണ്. കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ രോഹിത് 14 ടെസ്റ്റുകൾ കളിച്ചപ്പോൾ അതിൽ പലതിലും തുടക്ക ഓവറുകളിൽ ബൗണ്ടറികൾ കണ്ടെത്താൻ താരത്തിന് സാധിച്ചിരുന്നു. എന്നാൽ കൂടുതൽ പന്തുകൾ നേരിട്ട് നിലയുറപ്പിക്കാൻ താരത്തിനായിരുന്നില്ല. ഈ പ്രശ്നം ഇന്നത്തെ രണ്ടാം ഇന്നിംഗ്സിലും മുഴച്ചു നിന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെയുള്ള 3 സിക്സർ പ്രകടനം അവിടെ നിൽക്കുമ്പോൾ തന്നെയും യഥാർത്ഥ പ്രശ്നം മറയാതെ കിടക്കുകയാണ്. പെട്ടെന്ന് റൺസ് കണ്ടെത്തുക എന്നതിനപ്പുറം ക്രീസിൽ പിടിച്ചു നിൽക്കുക എന്ന ബേസിക് വശമാണ് രോഹിത് ഇപ്പോൾ മറന്നിരിക്കുന്നത്. താരത്തിന്റെ ഈ അഗ്രസീവ് അപ്രോച്ച് ഏകദിന ലോകകപ്പിലും T20 ലോകകപ്പിലും ഇന്ത്യൻ ടീമിന് ഗുണകരമായിരുന്നെങ്കിലും ടെസ്റ്റ് മത്സരങ്ങളിൽ ഇത് പരാജയമാവുന്ന കാഴ്ചയാണ് നമ്മൾ സമീപകാലത്തായി കണ്ടുവരുന്നത്. തന്റെ പ്രകടനം പരാജയപ്പെടുന്നതോടെ ടീമിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഫ്രീ വിക്കറ്റായി രോഹിത് മാറിയിരിക്കുകയാണ്. ബോർഡർ ഗാവസ്കർ ട്രോഫിയിലെ 5ാം ടെസ്റ്റിന് മുൻപ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായക സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ മാറ്റിയിരുന്നു. ആ പരമ്പരയിലെ മോശം പ്രകടനമാണ് രോഹിത് ശർമ്മയുടെ ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തിന് തിരിച്ചടിയായത്. ബോർഡർ ഗാവസ്കർ ട്രോഫിയിൽ 3 ടെസ്റ്റുകളിൽ നിന്നായി 30 റൺസ് മാത്രമായിരുന്നു രോഹിത് ശർമ്മയുടെ സമ്പാദ്യം. 2024-ൽ 14 ടെസ്റ്റുകൾ കളിച്ച രോഹിത് 619 റൺസ് മാത്രമാണ് നേടിയത്. മാർച്ചിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് രോഹിത് ശർമ്മയുടെ അവസാന സെഞ്ചുറി. അതേ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ മോശം പ്രകടനത്തെ തുടർന്നാണ് സീനിയർ താരങ്ങളടക്കം ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്ന നിർദ്ദേശം BCCI മുന്നോട്ട് വെച്ചത്. മുംബൈയുടെ പരിശീലന ക്യാമ്പിലെത്തി രോഹിത് ബാറ്റിംഗ് പരിശീലനം നടത്തിയിരുന്നെങ്കിലും ടീമിൽ കളിക്കുമോ എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നില്ല. സമയം കിട്ടാത്തതുകൊണ്ടാണ് താൻ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാത്തതെന്ന് രോഹിത് കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. 2015-ലാണ് ഇതിനു മുൻപ് രോഹിത് അവസാനമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കളിച്ചിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് ശേഷം വീണ്ടും എത്തിയപ്പോഴും രോഹിത് ഫോം ഔട്ടിൽ തന്നെയാണ്.